രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. താൻ പറഞ്ഞത് കേട്ട് കണ്ണു നിറച്ചു നിൽക്കുന്നവളെ വല്ലാത്തൊരു ഭാവത്തോടെ വംശി നോക്കി. നീ എന്തിനാ കരയുന്നേ? ചോദിക്കുന്നതിനൊപ്പം അവളുടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടയ്ക്കുക കൂടി ചെയ്തു അവൻ. ഒന്നുമില്ല. പറയുന്നതിനൊപ്പം അവന്റെ വിരലുകളെ തട്ടിമാറ്റി സ്വയം മുഖം തുടച്ചുകൊണ്ട് പെണ്ണ് തിരിഞ്ഞു. നീ ഇതിൽ നിന്ന് കാശെടുത്തില്ലല്ലോ? അതൊന്നും വേണ്ട. എന്റെ കയ്യിൽ ബസ് ഫെയർ ഉണ്ട്. ബസ് സ്റ്റോപ്പിൽ ഞാൻ ചെന്നിട്ട് അവിടുന്ന് ആരെങ്കിലും ചോദിച്ചു പൊക്കോളാം. പിന്നെന്തെങ്കിലും പറയുന്നതിന് മുന്നേ കാണുന്നത് ഭിത്തിയിൽ ഇടിച്ചു വീഴുന്ന പേഴ്സും അതിൽ നിന്ന് അത്തപ്പൂ വിരിച്ച പോലെ ചിന്നി ചിതറി വീഴുന്ന കുറെ നോട്ടുകളും കാർഡ്സും ഒക്കെയാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് എന്താ സംഭവിച്ചത് എന്നറിയാതെ ഞെട്ടി നിന്നവൾ കാണുന്നത് അതുവരെ സമാധാനത്തിൽ നിന്നവന്റെ കണ്ണുകളിൽ തന്നെ എരിക്കാനെന്ന പോലെ അഗ്നി പാറി നിൽക്കും ചുവന്ന രശ്മികളെയാണ്. മുഖം ആകെ വലിഞ്ഞു മുറുകി കണ്ണൊക്കെ ചുവപ്പിച്ച് മുഷ്ടി ചുരുട്ടി നിൽക്കുന്നവന്റെ ഭാവം കണ്ടതും അവളുടെ ഭയം കൂടി. തന്റെ ഒരൊറ്റ വാക്കാണ് ഇപ്പോഴത്തെ അവന്റെ ഭാവമാറ്റമെന്ന് പറയാതെ തന്നെ അവൾ അറിഞ്ഞു. വിച്ചേ, ഇറങ്ങിപ്പോടി. ഒരൊറ്റ അലർച്ചയിൽ അവളുടെ കൈയും കാലും വിറച്ചു. അറിയാതെ ഒരു വാക്കുകൊണ്ട് പോലും അവനെ ദേഷ്യം പിടിപ്പിക്കാതെ അവിടെ നിന്നും സ്നേഹത്തോടെ ഇറങ്ങിപ്പോകണം എന്നുള്ള ചിന്തയോടെ നിന്നവൾക്ക് അതൊക്കെ ആ സമയം കൊണ്ട് അവളിൽ നിന്നും നഷ്ടമായി. എന്ത് ചെയ്താൽ അല്ലെങ്കിൽ എന്തു പറഞ്ഞാൽ അവനെ ഒന്ന് അടക്കാൻ പറ്റും എന്നുള്ള ചിന്തയോടെ പാകപ്പാടോടെ അവൻ വലിച്ചെറിഞ്ഞ പേഴ്സിൽ കാശും കാർഡും എടുക്കാനായി കുനിഞ്ഞതും പാഞ്ഞു വന്നവൻ കൈത്തൊടയിൽ പിടിച്ചവളെ മുകളിലേക്ക് ഉയർത്തി. തൊട്ടുപോകരുത്. നിനക്ക് പോകണമെന്നല്ലേ പറഞ്ഞത്? ഇറങ്ങിപ്പോകാൻ നോക്ക്. ദേഷ്യത്തിലും വാശിയിലും പറയുന്നവന്റെ പിടുത്തം മുറുകുന്നതിനൊപ്പം ശരീരത്തിൽ അറിയുന്ന വേദനയിൽ അവളുടെ കയ്യിൽ നിന്നും പേഴ്സ് അറിയാതെ താഴേക്ക് ഉതിർന്നു വീണു. വിച്ചേട്ടാ, പ്ലീസ്. കൂടുതൽ നിന്ന് താളം ചവിട്ടാതെ ഇറങ്ങി പോകുന്നുണ്ടോ നീ? ഇത്തവണ അവൻ പിടിച്ചിരിക്കുന്നിടം കൂടുതൽ അമർത്തി അവളെ വാശിയിൽ പിന്നിലേക്ക് തള്ളിയതും പെണ്ണു പോയി നിലത്തേക്ക് പടച്ചു വീണു. അത് കണ്ടതുമല്ല, അവന്റെ കണ്ണുകളിൽ പിടഞ്ഞ നൊമ്പരം അവൾ വ്യക്തമായി കണ്ടു. പക്ഷെ ആ സങ്കടം അവൻ തീർക്കുന്ന രീതി കണ്ടതും അതുവരെ ഇല്ലാത്ത വിധം പെണ്ണ് ഭയന്നുപോയി. ഏത് കൈകൊണ്ടാണോ അവളെ പിടിച്ചു തള്ളിയത് ആ കൈകൾ ഭിത്തിയിൽ അമർത്തി അടിക്കുന്ന കണ്ടതും പെണ്ണിന്റെ മുഖം പേടിയിൽ വിളറി. ആദ്യത്തെ തവണ അവൻ അങ്ങനെ ചെയ്യാൻ പോകുന്നവന്റെ പകച്ചു നിന്നെങ്കിലും അടുത്ത തവണ അവന്റെ കൈ ഇതിന് മുകളിലേക്ക് തട്ടും മുന്നേ അവൾ അതിൽ കയറി പിടിച്ചിരുന്നു. അത് കണ്ടതും അവൻ ആ കൈ അവളിൽ നിന്നും അടർത്തി മാറ്റി പിന്നെയും ഭിത്തിയിലേക്ക് അമർത്തി അടയ്ക്കാൻ തുടങ്ങിയതും പെണ്ണ് അവന്റെ നെഞ്ചിലൂടെ വട്ടം ചുറ്റി മുഖം അവന്റെ വിരിഞ്ഞ നെഞ്ചിനുള്ളിലേക്ക് അമർത്തി പിടിച്ചു. ആ കൈക്കുള്ളിൽ കൂടി ഇഴഞ്ഞു കയറി വട്ടം ചുറ്റി പിടിച്ചവളെ തള്ളി മാറ്റാൻ അവൻ നോക്കിയെങ്കിലും പെണ്ണ് തന്റെ സർവ്വശക്തിയും എടുത്ത് നെഞ്ചിൽ മുഖം അമർത്തി കെട്ടിപ്പിടിച്ചു തന്നെ നിന്നു. പ്ലീസ് വിച്ചേട്ടാ, ഇനി വേദനിപ്പിക്കല്ലേ. അവളുടെ ചൂട് കണ്ണുനീരവന്റെ നെഞ്ചിലാകെ പടർന്നതും ഭിത്തിയിലേക്ക് പിന്നെയും പോയ അവന്റെ കൈയൊന്ന് വിറച്ചു. വിടടി എന്നെ. ദേഷ്യത്തോടെയാണ് പറഞ്ഞതെങ്കിലും കഴിഞ്ഞ തവണത്തെ പോലെ അവളെ അടർത്തി മാറ്റാനൊന്നും അവന് കഴിഞ്ഞില്ല. കൈ ഇനി ഇടിക്കല്ലേ. വിതുമ്പിക്കൊണ്ട് പറയുന്നവളുടെ വാക്ക് കേട്ടതും അവനിൽ പിന്നെയും ദേഷ്യം ഇരച്ചു കയറി. നീ എന്നെ വിട്ടു മാറിപ്പോയേ. പറഞ്ഞുകൊണ്ടവൻ തന്റെ ഇരു കൈകളും അവളുടെ തോടിൽ ഉറപ്പിച്ച് പിന്നിലേക്ക് അടർത്തി മാറ്റാൻ തുടങ്ങിയതും വേദനയിൽ ഇരു കണ്ണുകളും അടച്ചുകൊണ്ടവൻ അവളുടെ തോളിലിരുന്ന വിരലുകൊണ്ട് അവിടെ അമർത്തി പിടിച്ചു. വേദനയോടുള്ള അവന്റെ വിളി കേട്ടിട്ടും പെണ്ണ് പല്ലുകൾ അവന്റെ നെഞ്ചിൽ കൂടുതൽ ആഴത്തിൽ താഴ്ത്തിയതല്ലാതെ അല്പം പോലും അയച്ചില്ല. ധാത്രി, വേദനിക്കട്ടെ, നല്ലോണം വേദനിക്കട്ടെ. പറഞ്ഞതല്ലേ ഞാൻ ഇടിക്കല്ലേന്ന്. എന്താ എന്നെ കേട്ടാൽ, എന്താ എന്നെ അനുസരിച്ചാൽ? നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ തുടച്ചുപോലും മാറ്റാതെ അവന്റെ നെഞ്ചിൽ പൊടഞ്ഞ ചോരത്തുള്ളിക്ക് മുകളിൽ പിന്നെയും പിന്നെയും ചുംബിച്ചുകൊണ്ട് അവൾ ആവലാതിപ്പെടുമ്പോൾ അതുവരെ ദേഷ്യം കൊണ്ട് ഹിമാലയം കയറി നിന്നവൻ ഒരു നിമിഷം കൊണ്ടാണ് പെണ്ണിന്റെ കണ്ണുനീരിൽ കുടുങ്ങി വീണത്. അതിന് നീ എന്നെ അനുസരിക്കാറുണ്ടോ ധാത്രി? തന്റെ മുറിവിൽ കണ്ണുനീര് കൊണ്ട് തുടയ്ക്കുന്നവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിയുള്ള അവന്റെ ചോദ്യത്തിൽ പെണ്ണിന്റെ മുഖം ഒന്ന് വിളറി. പറയടി, നിനക്കെന്നെ അനുസരണയുണ്ടോ? അവന്റെ ആ ചോദ്യത്തിൽ പെണ്ണ് മുഖം വെട്ടി മാറ്റിച്ചു. അങ്ങനെ അനുസരണയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ പേഴ്സ് തന്നപ്പോൾ തന്നെ നീ നിന്റെയാണെന്ന് കണ്ട് നിനക്ക് ആവശ്യമുള്ള കാശ് അതിൽ നിന്നും എടുത്തേനെ.
അതെടുക്കാത്ത നിമിഷം എനിക്ക് മനസ്സിലായി ഞാൻ നിനക്ക് ആരുമല്ല എന്ന്. അവന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കേൾക്കെയാണ് ഈ നേരം വരെ അവൻ കാണിച്ചുകൊണ്ടിരുന്ന ഭ്രാന്തിന്റെ കാരണം സിദ്ധിക്ക് തന്നെ മനസ്സിലാവുന്നത്. പെണ്ണ് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഒപ്പം ഈ നേരം വരെ മനസ്സിൽ പോലും കാണാത്ത കാര്യം പറഞ്ഞവനോടുള്ള ദേഷ്യം അതിലധികവുമായി. ആ ഒരു ചൊടിയോടെയാണ് അവൾ അവന്റെ മുഖം തന്റെ നേരെ അടുപ്പിച്ചത്. അതുവരെ മടിയിലിരുന്ന ബാഗ് എടുത്ത് അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്നിട്ടും പോരാൻ തോന്നിയിട്ട് അവൾ മുന്നിലേക്ക് തിരിച്ചു വെച്ചിരുന്ന ഭാഗം പിന്നിലേക്ക് തിരിച്ചു വെച്ച് ഓട്ടോക്കാരനെ ഒളികണ്ണോടെ നോക്കി. എന്നിട്ട് അവൾ മെല്ലെ ബാഗിന്റെ മുൻവശം തുറന്നു. പാതി അടച്ച മിഴിയിലൊന്നിൽ അല്പം വെട്ടം കീറും പോലെ തോന്നി. അതിലേക്ക് ഒന്നും കൂടി അവൾ എത്തി നോക്കി. നോക്കിയ ആ നിമിഷത്തിന്റെയും പാതി നിമിഷത്തിനുള്ളിൽ അവൾ അത് തിരിച്ചു വലിച്ച് സിബിട്ടു. നെറുകയിലൂടെ ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് തുള്ളികളെ ഷോളിന്റെ അറ്റം വെച്ച് തുടയ്ക്കുമ്പോഴും ഇരുവശത്തു നിന്നും പാഞ്ഞെത്തുന്ന കാറ്റവളുടെ ശരീരത്തിൽ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എന്താ മോളെ, വയ്യേ? കുറെ നേരമായി അവളുടെ ഈ പരവേശവും വെപ്രാളവും ഒക്കെ മുന്നിലെ കണ്ണാടിയിലൂടെ കണ്ടുകൊണ്ടിരുന്ന ഓട്ടോ ഡ്രൈവർ വണ്ടി ഒരൽപ്പം സ്ലോ ആക്കി പാതിയിൽ ചരിഞ്ഞ് പിന്നിലേക്ക് നോക്കി ചോദിച്ചു. ഒന്നുമില്ല മാമ. മോളെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഈ വഴിക്ക് തന്നെ 1-2 ക്ലിനിക്കുണ്ട്, നമുക്ക് അവിടെ കയറാം. മോളുടെ മുഖത്ത് നല്ല വിളർച്ചയുണ്ട്. ഇനിയിപ്പോ പ്രഷർ എങ്ങാനും കുറയുന്നതോ രക്തക്കുറവോ വല്ലതും ആണെങ്കിലോ? എന്റെ പൊന്നു മാമ, സത്യമായിട്ടും എനിക്കൊന്നുമില്ല. അയാളുടെ വെപ്രാളം കണ്ട് ബാക്കി എന്തെങ്കിലും പറയാൻ സമ്മതിക്കാതെ അവൾ അങ്ങോട്ട് കയറി പറഞ്ഞു. അല്ല മോളെ, ഇത്രയും കാറ്റുണ്ടായിട്ടും മോളിങ്ങനെ വിയർക്കുന്നത് കണ്ടിട്ട്. അത് പിന്നെ ഒന്നുമില്ല മാമ, ഞാനേ പെട്ടെന്ന് വിയർക്കുന്ന ആളാ, അല്ലാതെ വേറെ അസുഖമൊന്നുമില്ല. എങ്കിൽ ശരി, ഇനിയിപ്പോ വല്ലതും തോന്നുകയാണെങ്കിൽ പറയണേ. കൊച്ചെങ്ങാനും വയ്യാതെ ഇതിൽ കിടന്നാൽ ആ കേറ്റുവിട്ട സാറന്നെ ജാമ്യമില്ലാത്ത വകുപ്പിൽ വർഷങ്ങൾ വേണേൽ അകത്ത് കിടത്തും. എന്തോ ഓർമ്മയിൽ അയാളത് പറഞ്ഞതും ആ നേരം വരെ ഉണ്ടായിരുന്ന ടെൻഷനിടയിലും അവളുടെ ചുണ്ടിനടിയിൽ അറിയാതൊരു ചിരി വന്നുപോയി. ആ പയ്യൻ മോളുടെ കെട്ടിയോനാണോ? പെട്ടെന്നുള്ള അയാളുടെ ചോദ്യത്തിൽ അവള് ഞെട്ടിക്കൊണ്ടാണ് അയാളെ ഒന്ന് നോക്കിയത്. എന്താ ചേട്ടാ, എന്താ പറഞ്ഞേ? അല്ല മോളെ, അവിടുന്ന് കയറ്റിവിട്ട എന്റെ ഫോട്ടോയും ഫോൺ നമ്പരും ഒക്കെ വാങ്ങിച്ച ആ കൊച്ചൻ മോളുടെ കെട്ടിയോനാണോ അതോ സഹോദരനാണോ എന്ന് ചോദിച്ചതാ. അവളുടെ ഞെട്ടിക്കൊണ്ടുള്ള ചോദ്യം കേട്ടപ്പോൾ താൻ ഇനി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് കരുതിയാണ് രണ്ടാമത്തെ ചോദ്യത്തിൽ സഹോദരനെയും കൂടി അയാൾ ചേർത്തത്. സഹോദരനല്ല ഏട്ടാ. പറഞ്ഞുകൊണ്ട് അവൾ മേൽച്ചൂണ്ടിന് മുകളിൽ പറ്റിയ വിയർപ്പ് തുള്ളികളെ ഇടം കൈകൊണ്ട് മടക്കി തുടച്ചു. എനിക്കും തോന്നി കെട്ടിയോനായിരിക്കുമെന്ന്. തന്റെ ഊഹം ശരിയായ സന്തോഷം അയാളുടെ മുഖത്ത് പടരാൻ അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. മോള് അവിടെയാ താമസിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ എങ്ങോട്ട് പോവാ? അതോടെ കേട്ടത് മനസ്സിലായി. താൻ എന്തെങ്കിലും മറുപടി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആള് തന്റെ ചോദ്യപ്പെട്ടി തുറക്കാനെന്ന്. ചേട്ടാ, ഇവിടെ നിർത്തിയാൽ മതി, ഇതാ എന്റെ കൂട്ടുകാരിയുടെ വീട്. പറഞ്ഞുകൊണ്ട് അവൾ വേഗത്തിൽ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അയാൾ ആ വീടിനകത്ത് കയറ്റിവിടാമെന്ന് പറഞ്ഞു. വേണ്ട ചേട്ടാ, ഞാൻ പൊക്കോളാം. അപ്പോഴേക്കും അയാളുടെ ചോദ്യശരങ്ങളിൽ അവൾ അത്രത്തോളം തളർന്നിരുന്നു. ഇവിടുന്ന് ഇനിയും ഒരു വളവ് കൂടി തിരിഞ്ഞാലേ വീടെത്തുകയുള്ളൂ. ഇത്തിരി നടന്നാലും വേണ്ടില്ല ആളുടെ ചോദ്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നപ്പോൾ ഏറ്റവും ആവശ്യമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ അവൾ വേഗത്തിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങി. കുഞ്ഞെ, ഇവിടെ എത്തുമ്പോൾ തന്നെ വിളിക്കണമെന്ന് സാറ് പറഞ്ഞതല്ലേ? കുഞ്ഞിനെ ഞാൻ സേഫായിട്ട് കൊണ്ടുവന്നു എന്നൊന്ന് സാറിനോട് പറഞ്ഞേരെ. അതൊക്കെ ഞാൻ പറഞ്ഞോളാം ഏട്ടാ, ഏട്ടൻ പൊക്കോ. ഏയ്, അതൊന്നും പറ്റില്ല. കൊച്ചെന്റെ മുന്നിൽ വെച്ച് തന്നെ സാറിനെ വിളിച്ചു പറ. അയാളുടെ ബഹളം നിർത്താതെ വന്നതും അവൾ വംശിയെ വിളിച്ചു. ഒറ്റ റിങ്ങിൽ അവൻ ഫോൺ എടുത്തു. ഞാൻ എത്തി. തിരിച്ചൊരു ഓക്കെ മുഴുവനായി പറഞ്ഞോന്ന് പോലും അറിയില്ല. ആ കോള് കട്ടായി. അത് കട്ടായതും അവളുടെ നോട്ടം അയാൾക്ക് നേരെയാണ് ചെന്നത്. മോള് വീട്ടിലെത്തിയത് സാറിന് ഉറപ്പായല്ലോ അല്ലേ? പേടിയോടെയുള്ള അയാളുടെ ചോദ്യം കേട്ടതും അവൾക്ക് വല്ലാത്ത പാവം തോന്നി. അയാളെ കണ്ടാൽ തന്നെ അറിയാം ഒരു അയ്യോഭാവിയാണെന്ന്. നല്ല ധൈര്യമുള്ളവർക്ക് തന്നെ വംശിയെ കണ്ടാൽ ഭയമാവും. അപ്പൊ പിന്നെ ഇതുപോലെ ഒരു പാവത്തെ അത്രയുമൊക്കെ വിരട്ടിവിട്ടാൽ ആള് പേടിച്ചില്ലെങ്കിലേ കുറ്റമുള്ളൂ. നല്ലൊരു പുഞ്ചിരി മറുപടി നൽകി അവൾ വേഗം ആ വീടിനകത്തെ ഗേറ്റിലേക്ക് നടക്കും പോലെ തിരിഞ്ഞതും അദ്ദേഹം ഓട്ടോ തിരിച്ചുപോയി. വണ്ടി പൂർണ്ണമായും ആ വഴി തിരിഞ്ഞു കണ്ടതും അവൾ അവിടെ നിന്നും വേഗത്തിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ഒരു 4-5 തവണ ബാഗ് തുറന്ന് അകത്തേക്ക് നോക്കും, വെപ്രാളപ്പെട്ട് അടയ്ക്കും.
ധൃതി പിടിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോഴുള്ള പ്രാർത്ഥന കയറി ചെല്ലുമ്പോൾ അമ്മമ്മയും ദേവമ്മയും ഒന്നും പുറത്തു കാണല്ലേ എന്നായിരുന്നു. എന്തോ ഇന്നത്തെ ദിവസത്തിൽ അവൾ അനുഭവിച്ചത് വെച്ചുള്ള പാവം തോന്നിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഭഗവാൻ അവളോട് ഒരല്പം കരുണ കാണിച്ചു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അറിഞ്ഞത് അമ്മമ്മയും ദേവമ്മയും കൂടി വൈദ്യരെ കാണാൻ പോയി എന്നാണ്. അത് നൽകിയ ആശ്വാസം ചെറുതൊന്നുമായിരുന്നില്ല. സാധാരണ മുറിയിലേക്ക് കയറുമ്പോഴേ ബാഗ് ടേബിളിലേക്കോ കട്ടിലിലേക്കോ ഒക്കെ വലിച്ചെറിഞ്ഞോടുന്നവള് ഇന്നത് കൊണ്ടുപോയി അലമാരിൽ വെച്ച് പൂട്ടിയതിനു ശേഷമാണ് കുളിക്കാൻ പോലും കയറിയത്. തലയിലേക്ക് എത്ര തൊട്ടി വെള്ളം കോരിയൊഴിച്ചു എന്നറിയില്ല. എത്രയൊക്കെ തലയും ശരീരവും തണുത്തെങ്കിലും മനസ്സ് അപ്പോഴും ചൂടുപിടിച്ചിരുന്നു. അവസാനം ഇനിയും നിന്നാൽ പനി പിടിക്കുമെന്ന് തോന്നിയ നിമിഷത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് ഫോണിന്റെ വൈബ്രേഷനാണ്. താക്കോല് തപ്പിയെടുത്ത് അലമാര തുറന്ന് ഫോൺ എടുക്കുമ്പോഴേക്കും അത് കട്ടായിരുന്നു. കയ്യിലിരുന്ന ഫോണിൽ കണ്ട മിസ് കോളുടെ എണ്ണത്തിൽ നിന്ന് മനസ്സിലായിരുന്നു അപ്പുറത്തുള്ളവൻ ഇപ്പോഴേക്കും ദേഷ്യം പിടിച്ച് തീർന്നിട്ടുണ്ടാവുമെന്ന്. ഒരു ഭയത്തോടെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയിലേക്ക് വെക്കുമ്പോഴേക്കും കേട്ടിരുന്നു ഒരൊച്ചപ്പാട്. എവിടെ പോയി കിടക്കുവാനടി നീ? എത്ര നേരം കൊണ്ട് വിളിക്കുവാ നിന്നെ ഞാൻ? കുളിക്കുവായിരുന്നു. നീ എന്താ കുളം കുത്തിയാണോ കുളിക്കാൻ പോയത്? അവന്റെ കണക്കിൽ താൻ വീടിന് മുന്നിലാണല്ലോ ഇറങ്ങിയത്. അപ്പൊ പിന്നെ 2 വട്ടം കുളിച്ചു കഴിയാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ച് ദേഷ്യപ്പെടാനൊന്നും പോയില്ല. എന്തു പറ്റി? കുളിച്ചപ്പോൾ നിന്റെ നാവിറങ്ങിപ്പോയോ? ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ അടുത്ത ചോദ്യം കൂടി വന്നതും പെണ്ണിന് ഭ്രാന്ത് പിടിക്കുന്ന പോലെയായി. അല്ലെങ്കിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ കയ്യും കാലും വിറച്ചിട്ട് വയ്യ. അതിന്റെ കൂടെയാണ് ഇപ്പൊ ഇതും. എടി, എന്തിനാ എന്റെ ബാഗിൽ അത്രയും രൂപയൊക്കെ വെച്ചത്? അവളുടെ സ്വരം ചിലമ്പിക്കുന്നുണ്ടായിരുന്നു. കാശോ? എടി, അത് ഒരുപാട് കാശുമൊന്നുമില്ല. കൂടിപ്പോയാൽ 5000 10,000 കാണും. അതിനാണോ ഇനിയും നീ കരയാൻ തുടങ്ങുന്നത്? അവന്റെ ശബ്ദം മാറി. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതല്ലേ? അതിനുള്ള മറുപടി നിനക്ക് ഞാൻ തന്നതാണ്. എന്താ ഇനിയും വേണോ? അവന്റെ ചോദ്യം കേട്ടതും കുറച്ചു മുന്നേ ഫ്ലാറ്റിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ഓരോന്നും അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.